സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഇത് രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം, ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഓരോ പ്രാവശ്യവും ഇത് പാരായണം ചെയ്യേണ്ടതാണ്. നിസ്കാരങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യുന്നതിൽ വലിയ ഖൈറുണ്ടാക്കുന്ന കാര്യമാണ്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സലാത്തിൻ മക്തൂബ, എല്ലാ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം അത് മരണം മാത്രമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ ആയത്തുൽ കുർസി ധാരാളമായി പാരായണം ചെയ്യുക, ഇതൊക്കെയാണ് പ്രതിവിധി. അതേപോലെ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ സഹോദരങ്ങൾ, അദ്കാറുസ് സബാഹ്, അദ്കാറുൽ മസാ, സുബഹി നിസ്കാര ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം സഹോദരങ്ങളെ രാവിലെയുള്ള ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ്. അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം അതിലേക്ക് അല്പം കഴിഞ്ഞിട്ടും വൈകുന്നേരമുള്ള ദിക്റുകൾ ചൊല്ലേണ്ട സമയമാണ്. ഈ പറയപ്പെട്ട ദിക്റുകൾ സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിലുണ്ട്. അതിലുള്ള ദിക്റുകൾ സഹോദരങ്ങളെ വളരെ കൃത്യമായി നമ്മൾ പാരായണം ചെയ്യുക ഇത്തരം ഷർറുകളിൽ നിന്നും രക്ഷ ലഭിക്കാനുള്ള കാര്യമാണ്.